എല്ലാവർക്കും നമസ്കാരം. ഭജൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീ ശങ്കരാചാര്യരുടെ സുബ്രഹ്മണ്യ ഭുജംഗത്തിലെ 7ാമത്തെ സ്റ്റാൻസയും അതിലെ വരികളും അതിൻ്റെ അർത്ഥവും ഈണവുമാണ് പഠിക്കാൻ പോകുന്നത്. മഹാംബോധി തീരെ മഹാപാപചോരേ, മഹാംബോധി തീരെ മഹാപാപചോരേ, മുനീന്ദ്രാനുകൂലെ സുഗന്ധാഖ്യശൈലേ, മുനീന്ദ്രാനുകൂലെ സുഗന്ധാഖ്യശൈലേ, ഗുഹായാം വസന്തം സ്വഭാസാലസന്തം, ഗുഹായാം വസന്തം സ്വഭാസാലസന്തം, ജനാർത്തിം ഹരന്തം ശ്രയാമേ ഗുഹംതം, ജനാർത്തിം ഹരന്തം ശ്രയാമേ ഗുഹംതം. അർത്ഥം: മഹാസമുദ്രത്തിൻ്റെ തീരത്ത് മഹാപാപങ്ങളെ നശിപ്പിക്കുന്നതായ മഹാമുനിമാർക്ക് തപസ്സു ചെയ്യാൻ സാധിക്കുന്ന പുണ്യമേറിയ സുഗന്ധശൈലത്തിലെ ഗുഹത്തിൽ വസിക്കുന്നവനായ, തൻ്റെ തേജസ്സുകൊണ്ട് തൻ്റെ ഭക്തന്മാരുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നവനായ ശ്രീ സുബ്രഹ്മണ്യനെ ഞാൻ സദാ ധ്യാനിക്കുന്നു. നമുക്കിത് ഈണത്തിലൊന്ന് ചൊല്ലി നോക്കാം. മഹാംബോധി തീരെ മഹാപാപചോരേ, മഹാംബോധി തീരെ മഹാപാപചോരേ, മുനീന്ദ്രാനുകൂലെ സുഗന്ധാഖ്യശൈലേ, മുനീന്ദ്രാനുകൂലെ സുഗന്ധാഖ്യശൈലേ, ഗുഹായാം വസന്തം സ്വഭാസാലസന്തം, ഗുഹായാം വസന്തം സ്വഭാസാലസന്തം, ജനാർത്തിം ഹരന്തം ശ്രയാമേ ഗുഹംതം, ജനാർത്തിം ഹരന്തം ശ്രയാമേ ഗുഹംതം. മഹാംബോധി തീരെ മഹാപാപചോരേ, മുനീന്ദ്രാനുകൂലെ സുഗന്ധാഖ്യശൈലേ, ഗുഹായാം വസന്തം സ്വഭാസാലസന്തം, ജനാർത്തിം ഹരന്തം ശ്രയാമേ ഗുഹംതം. മഹാംബോധി തീരെ മഹാപാപചോരേ, മുനീന്ദ്രാനുകൂലെ സുഗന്ധാഖ്യശൈലേ, ഗുഹായാം വസന്തം സ്വഭാസാലസന്തം, ജനാർത്തിം ഹരന്തം ശ്രയാമേ ഗുഹംതം. മഹാംബോധി തീരെ മഹാപാപചോരേ, മുനീന്ദ്രാനുകൂലെ സുഗന്ധാഖ്യശൈലേ, ഗുഹായാം വസന്തം സ്വഭാസാലസന്തം, ജനാർത്തിം ഹരന്തം ശ്രയാമേ ഗുഹംതം. നമ്മളിന്ന് 7ാമത്തെ സ്റ്റാൻസയുടെ അർത്ഥവും ഈണവും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 8ാമത്തെ സ്റ്റാൻസയും അതിൻ്റെ അർത്ഥവും ഈണവും പഠിക്കാം. എല്ലാവർക്കും നന്ദി.